ഒരു വടക്കൻ വീരഗാഥ 4K HD മികവോട് കൂടി പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. അതിന്റെ വിശേഷങ്ങളുമായി ഇന്ന് നമുക്കൊപ്പം ഉള്ളത് ദേവൻ സാറാണ്. അപ്പൊ സാർ, എത്രമാത്രം സന്തോഷമുണ്ട് ഈ ഒരു സമയത്ത്? എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു നിമിഷങ്ങളാണത്. ഞാൻ അന്ന് PVG അല്ല ഗംഗേട്ടൻ്റെ വീട്ടിൽ പോയപ്പോൾ ആണ് ഞാൻ ഇത് അറിഞ്ഞത് തന്നെ, ഇങ്ങനൊരു സംരംഭം. എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഗംഗേട്ടൻ്റെ വലിയൊരു വലിയ സ്വപ്നങ്ങളിൽ ഒന്നായിരുന്നു ഇതൊന്ന് റിലീസ് ചെയ്യണം എന്നുള്ളതിൻ്റെ. കാരണം അന്ന് കാണാത്തവർക്ക് ഇതൊരു കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ അതിനെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളെല്ലാവരും ആഘോഷിക്കുന്ന ഈ ബാഹുബലി എന്ന ചിത്രമുണ്ടല്ലോ. ഈ ബാഹുബലി എന്ന ചിത്രത്തിൻ്റെ മുമ്പ് 36 വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരു ബാഹുബലി, അതിലും വലിയൊരു ബാഹുബലി നമ്മുടെ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു എന്നുള്ള തെളിവാണ് ഇതിൻ്റെ ഒരു പുതിയ റിലീസ്, മനസ്സിലായില്ലേ? അപ്പോൾ അതിലത്തെ ഒരു ക്രൗഡിനെ ഉണ്ടാക്കുന്നതും, നമ്മൾ ബാഹുബലി കണ്ടപ്പോൾ അയ്യോ ഇത്രയധികം ആൾക്കാരെ എങ്ങനെ വെച്ച് ഇത് ഹരിഹരനും KTSും ഗൃഹലക്ഷ്മിക്ക് ചെയ്ത് കഴിഞ്ഞതാണ് 36 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അത് ഒന്നുകൂടി ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇത് മലയാള സിനിമ ചില്ലറ സിനിമയല്ല, ഇതൊരു മഹത്തായ ഒരു പ്രസ്ഥാനമാണ് മലയാള സിനിമ എന്നുള്ളതും, അതുപോലെ ഇങ്ങനത്തെ ഒരു എപ്പിക് സിനിമകൾ ഇവിടെ ഉണ്ടെന്നുള്ളതും നമ്മളെ ഈ ജനങ്ങളെ കാണിക്കാനും പുറത്തുള്ള അതർ സ്റ്റേറ്റുകളെ കാണിക്കാനും പറ്റിയ ഒരു സിനിമയാണ് ഒരു വടക്കൻ വീരഗാഥ. അപ്പോൾ അതിന് എല്ലാ ആശംസകളും വളരെ സന്തോഷത്തോടുകൂടി തന്നെ പറഞ്ഞു, ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നു. ഒരുപാട് ഈ സിനിമ പോലെ തന്നെ ഒരുപാട് നല്ല പാട്ടുകളുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയ്ക്കകത്ത്. തീർച്ചയായും. അപ്പോൾ മാത്രമല്ല, അപ്പോൾ ഈ ഒരു സമയത്ത്, ഈ ഒരു റിലീസിന് ഒരുങ്ങിയ സമയത്ത് തന്നെയാണ് അന്തരിച്ച MT സാറിന് ഇപ്പോൾ പത്മവിഭൂഷൺ കിട്ടിയത്. അതെ. അപ്പോൾ സാർ എങ്ങനെ ഓർക്കുന്നു ശരിക്കും പറഞ്ഞാൽ MT സാറും ഹരിഹരൻ സാറും ഒക്കെയുള്ള ആ ഒരു ലൊക്കേഷൻ? ലൊക്കേഷനൊക്കെ നമുക്ക് ഇവിടെ കൊല്ലങ്കോട്ട് പാലസിലാണല്ലോ അത് ചെയ്തത്. അവിടെ ഈ കളരി അഭ്യാസികൾ, ഞാൻ എപ്പോഴും കൊടുക്കുന്ന കളരി അഭ്യാസികൾ മമ്മൂട്ടിക്കും സുരേഷ് ഗോപിക്കും ഒക്കെ പ്രാക്ടീസ് കൊടുക്കുന്നതൊക്കെ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. അങ്ങനെയുള്ളത് നമ്മുടെ ജോണി അന്തരിച്ചു, ജോണി അവരൊക്കെ ഉള്ളൊരു ഇത് ഓർക്കുന്നുണ്ട്. പിന്നെ രാമചന്ദ്ര ബാബു ആണല്ലോ ക്യാമറ. അപ്പോൾ ആ ക്യാമറമാനും ഈ ഡയറക്ടറും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻസ് ഞാനെപ്പോഴും ഓർക്കുന്നുണ്ട്. ഇങ്ങനെ കുറേ വിളക്കുകൾ, അത് ചന്ദ്രനിലെ ആണ് പാട്ടാണോ മറ്റേ വേറൊരു പാട്ടുണ്ടായിരുന്നു, കളരി വിളക്ക്. അത് തന്നെ, കളരി വിളക്കിൻ്റെ അതിൻ്റെ ഒരു ഫസ്റ്റ് ഷോട്ട് എടുക്കുന്ന ഇങ്ങനെ പോകും ക്യാമറ, അങ്ങനെ പോയിട്ടാണ് ആ ഒറ്റ ഷോട്ടിലാണ് പോകുന്നത്. അവിടെയൊക്കെയാണ് ഈ ഹരിഹരൻ എന്ന സംവിധായകനെ നമ്മൾ കാണുന്നത്. സ്ക്രീനിൽ നമ്മൾ കാണും, സിനിമ കാണുമ്പോൾ സംവിധായകനെ നമ്മൾ സ്ക്രീനിൽ കാണുമ്പോഴാണ് ഇത് നോക്കുന്നത്. സംവിധായകനെ സിനിമയിൽ ഈ സ്ക്രീനിൽ കണ്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം സംവിധായകൻ നന്നായിട്ടില്ല എന്നർത്ഥം. ഇപ്പോൾ ഓരോ ഷോട്ടിലും ഈ ഹരൻ സാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അദ്ദേഹത്തെ നമുക്ക് കാണാൻ പറ്റും ഓരോ സ്ക്രീനിലും. ഇപ്പോൾ 36 വർഷങ്ങൾക്ക് ശേഷം ഇത് സിനിമ വീണ്ടും വരുമ്പോൾ ഒരുപാട് പേര്, ഈ സിനിമയിൽ അഭിനയിച്ച ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്ത ഒരുപാട് പേര് നമുക്കൊപ്പം ഇല്ല അല്ലേ? ഇല്ല. അത് വലിയ സങ്കടമാണ്. അതെ. അപ്പോൾ അങ്ങനെ അവരൊക്കെ എങ്ങനെ ഓർക്കുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? അതൊക്കെ ഓർക്കുമ്പോൾ സങ്കടം വരും. കാരണം നമ്മൾ അത് സങ്കടം വരുന്ന അവരുടെ ആബ്സെൻസ് കൊണ്ട് മാത്രമല്ല, മലയാള സിനിമയ്ക്ക് നഷ്ടങ്ങളാണ്. ഞങ്ങൾ അതേപോലത്തെ കഥാപാത്രങ്ങൾ ചെയ്യാൻ ഇന്ന് ആളില്ല, മനസ്സിലായില്ലേ? ഇപ്പോൾ കുറേ തമാശ പടങ്ങൾ വരുന്നല്ലാതെ ശക്തമായ ഇമോഷണൽ കണ്ടൻസ് ഉള്ള ചില റോളുകൾ ചെയ്യാൻ ആളില്ലാത്തതുകൊണ്ടാണ് സിനിമ നന്നാവാത്തത്. അത് നഷ്ടമാണ്. മലയാള സിനിമയ്ക്ക് പണ്ടൊക്കെ വളരെ കരുത്തുള്ള ഒരുപാട് കഥാപാത്രങ്ങളും പ്രമേയങ്ങളും വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അത് പറ്റിയ ആർട്ടിസ്റ്റുകളില്ല. അപ്പോൾ അവരുടെ ആബ്സെൻസ് എന്നും ഒരു സങ്കടമാണ് നമുക്കൊക്കെ. ഈ ഒരുപാട് സിനിമകൾ ഇപ്പോൾ റീമാസ്റ്ററിങ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഈ വടക്കൻ വീരഗാഥ റിലീസിന് വരുമ്പോൾ എന്താണ് അതിൽ അഭിനയിച്ച ഒരു അഭിനേതാവ് എന്നുള്ള രീതിയിൽ സാറിന് പറയാനുള്ളത്? ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇതിൻ്റെ ഒരു ചരിത്രപരമായ ഒരു സത്യസന്ധതയാണ്. ഒരു ചരിത്രത്തിൽ നടന്നൊരു സംഭവമാണ്. അത് ഇപ്പോൾ നടന്നതല്ല. ഇപ്പോൾ ഒരു സിവിൽ സബ്ജക്റ്റ് ആണെങ്കിൽ ഇത്രയും ഒരു ഹൈപ്പ് ഇതിന് കിട്ടില്ല. അപ്പോൾ ജനങ്ങൾ അത് നമ്മൾ ഇപ്പോൾ കാണുന്നതല്ലെന്ന് ഇതല്ല, അതിൻ്റെ ഒരു ഗ്ലാമർ ഉണ്ടല്ലോ, ആ ഒരു പടത്തിൻ്റെ ഒരു ഗ്ലാമർ,
പിന്നെ മമ്മൂട്ടി ഹോഴ്സിൻ്റെ മേലെ വരുന്ന ഷോട്ട് അത് ഇപ്പോഴും മനസ്സിലുണ്ട്. ഒരു 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 പാല് ആ ഷോട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ മമ്മൂട്ടി സ്ലോ മോഷനിൽ ഒരു ഒരു പാല് തെളിച്ച പോലെ വൈറ്റ് ഹോഴ്സിൻ്റെ പുറത്ത് ഇങ്ങനെ വരുന്നുണ്ട് ആ സോങ്ങിൽ. ചന്ദനലേപ സുഗന്ധം, അതൊക്കെ നമ്മുടെ കണ്ണിൽ നിന്ന് മായുന്നില്ല, മനസ്സിൽ നിന്ന് പോകുന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ആ വടക്കൻ വീരഗാഥയുടെ പ്രത്യേകത ചോദിച്ചില്ലേ, ഇതുകൊണ്ടാണ് ഓരോ ഷോട്ടുകളിലും അത് നമുക്ക് നിറഞ്ഞു നിൽക്കുകയാണ്. അത് മമ്മൂട്ടിയുടെ പെർഫോമൻസ് ആയാലും ആനന്ദ് സാറിൻ്റെ ആ സംവിധാന കലയായാലും വലിയൊരു ഇതാണത്. വലിയ ഭാഗ്യമാണ് ഇപ്പോഴത്തെ ജനറേഷന് ഇതേപോലെ ഒരു പടം കാണാനായിട്ട്. അതിന് ഐ മസ്റ്റ് താങ്ക് യു. ഗംഗേട്ടനെ ഇപ്പോൾ ഓർക്കുകയാണ് നമ്മളൊക്കെ. കാരണം ഗംഗേട്ടൻ്റെ ആ ഒരു ഡ്രീം ഗംഗേട്ടൻ്റെ പ്രിയ പുത്രിമാർ ചെയ്യുന്നല്ലോ. റിയലി ഫാന്റാസ്റ്റിക്. എന്തായാലും സിനിമ പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിക്കട്ടെ. സ്വീകരിക്കും, അത് ഡെഫിനറ്റ്. അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒരു സിനിമ. ഇവിടെ പല റീ റിലീസും വന്നിട്ടുണ്ടെങ്കിലും ഇതിന് കിട്ടുന്ന ഒരു ഹൈപ്പ് ഞാൻ പല സ്ഥലത്ത് പോകുമ്പോഴൊക്കെ ചോദിക്കുമ്പോൾ എല്ലാവരും പറയും അത് കാണണം എന്ന് പറയുന്നു. എന്തായാലും സന്തോഷം സാർ. സന്തോഷം, താങ്ക് യു.